Praise to the Lord's name. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I thank my Almighty God for helping me and enabling me today to stand in the midst of this congregation today. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽപ്പാൻ ദൈവം ഇടയാക്കിയ വലിയ കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. Also, I thank the respective elders of this assembly to allow me to speak from the Word of God today. ഇന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് അങ്ങേറ്റ് ദൈവവചനം പറയുവാൻ ഇവിടെയുള്ള സഭയുടെ എൽഡേഴ്സ് എനിക്ക് ഈ അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Yeah. So by the leading of the Holy Ghost, what I want to speak today is on the topic which we are very familiar and which we have heard multiple times throughout the journey in our Christian life. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താല് ഇന്ന് നമ്മളെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ദൈവവചനമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. To open with the theme, let's read the verse Matthew chapter 5 verse 13. നമുക്ക് ഈ ഇതോടനുബന്ധിച്ച് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13. Chapter 5 verse 30. 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. You are the salt of the earth, but if salt has lost its taste, how shall its saltiness be restored? It is no longer good for anything except to be thrown out and trampled under people's feet. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. I think by this time we all might have understood the theme that we are going to study or revisit today is the salt of the earth. നമുക്ക് ഈ വചനം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ നമ്മൾ എന്താണ് ഇവിടെ പഠിക്കാൻ പോകുന്നതും ഉപ്പിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ള വിവരം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. As I mentioned earlier, this is just a revisit because we have heard multiple times throughout the journey in our Christian life, and just we are going to revisit it today. ഇത് നമ്മൾ പിന്നെ ഈ വചനത്തിലേക്ക് പോവുകയാണ്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മളെ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. So here the focus is on salt, and here we in our daily lives we do use salt, right? നമ്മളെ ഈ ഉപ്പ് നമ്മളെ ജീവിതത്തിലെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിനെപ്പറ്റി നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. Dear sisters, including my wife, they also know what is the meaning of salt and why it has been put in different curries that we have, that we consume. പ്രിയ സഹോദരിമാർക്കും പ്രിയ സഹോദരന്റെ ഭാര്യയ്ക്കും എല്ലാവർക്കും ഈ ഉപ്പിനെ പറ്റിയും ഉപ്പിന്റെ ഉപയോഗത്തെ പറ്റിയും അതെങ്ങനെയാണ് നമ്മളെ കുടുംബങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റി വളരെ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Similarly, we the followers of Christ, we who believe in Christ, we are supposed to be the salt among this world. നമ്മളെ പറ്റിയും കർത്താവ് ഇതാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ വിശ്വാസികളായ നാമും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളും ഒരു ഉപ്പിന്റെ സ്വഭാവത്തിലൂടെ ഉപ്പെന്ത് ചെയ്യുന്നു അതുപോലെയുള്ള ഒരു രുചികരമായ ഒരു ജീവിതം നമുക്ക് ലോകത്തിൽ കാഴ്ചവെക്കാനാണ് നമ്മെ പറ്റി നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. Scripture says you are the salt of the earth. കർത്താവ് പറയുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് ഇവിടെ പറയുന്നു. This is a declarative statement provided by Jesus Christ. ഇതൊക്കെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഒരു വലിയൊരു കൽപ്പനയായിട്ട് ഒരു വചനമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. There is no doubt, there is not even a single doubt. This is a declarative statement that you are or we are the salt of the Christ in the midst of this entire world. ഈ ലോകത്തിന്റെ മധ്യത്തിലെ നമ്മളെല്ലാവരും നമ്മളെ വിശ്വാസികളായ നമ്മളെല്ലാവരും ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന കർത്താവ് പറഞ്ഞ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. When we live around in this world, people observe us. So this is the greatest question which we should ask ourselves, that how the world is looking unto us. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ലോകം നമ്മളെ പറ്റി എന്താണ് പറയുന്നതെന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ പറ്റി ലോകം എന്ത് കാണുന്നു എന്നുള്ള കാര്യം നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. Today the entire world is in our hands through the social media, and we just scroll down. ഇന്ന് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ നമ്മുടെ കൈവെള്ളയിലുണ്ട്. നമ്മൾ അതിനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. Today, day by day, moment by moment, influencers are coming and
Are we getting influenced or are they getting influenced? What I want to say is, do we have that Christian saltiness in us so that the world is getting influenced by us? നമ്മുടെ ജീവിതത്തിലെല്ലാം ഈ സോഷ്യൽ മീഡിയയുടെയും അതുപോലെ ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒന്നിൽ നമ്മളിലെ വേൾഡിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഇൻഫ്ലുവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. Ideally, as Christians, as the followers of Christ, we should not be influenced by the world, but the world should be influenced by us. നമ്മളെ ഒരു ക്രിസ്തീയ വിശ്വാസിയായിരിക്കെ ഒരിക്കലും ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് ഉണ്ടാകാൻ പാടില്ല. അതേസമയം തന്നെ നമ്മളുടെ ഇൻഫ്ലുവൻസ് ലോകത്തിലേക്ക് നമ്മളെ പരത്തേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. So one thing we need to understand is, why did Christ took the example of salt? Why did that particular object was being taken there? എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഉപ്പിന്റെ ഉപ്പിനെ പറ്റി സംസാരിക്കുവാൻ കാരണമായത് നമുക്ക് നോക്കാം. If you read through the Bible, through the entire Bible, salt has been mentioned in multiple places, multiple times. നമ്മളെ വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോഴെല്ലാം നമ്മൾ പല പ്രാവശ്യം നമുക്ക് ഈ ഉപ്പിനെ പറ്റി നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. Romans believed it as a valuable item. റോമക്കാർ വിശ്വസിച്ചിരുന്നത് വളരെ ഒരു വിലയുള്ള ഐറ്റം, ഒരു സാധനമായിട്ട് റോമക്കാർ വിശ്വസിച്ചിരുന്നു. In the ancient days, it was a covenant, form of a covenant. ഇത് പഴയകാലത്തെ ഒരു കവണന്റ് അല്ലെങ്കിൽ ഒരു പ്രോമിസ് ആയിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. We can see that. Please turn along with me to 2 Chronicles chapter 13 verse 5. രണ്ട് ദിനവൃത്താന്തത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 Chronicles chapter 13 verse 5. 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. Or do you not to know that 13:5 that the Lord God of Israel gave the kingship over Israel forever to David and his sons by a covenant of salt. ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിന്റെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനെ അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്കും നൽകിയിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ? Yes, so the kingship, the entire kingship is binded by this covenant of salt. ഇസ്രായേലിന്റെ രാജ്യത്വം മുഴുവനും ഈ ഉപ്പിന്റെ അല്ലെങ്കിൽ ലവണ നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. To bind a covenant between party A and party B, it was ancestrally used. The object was used as salt. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി ഒന്നും അല്ലെങ്കിൽ ഒന്നാമത്തെ പാർട്ടിയും രണ്ടാമത്തെ പാർട്ടിയും തമ്മിലുള്ള ഒരു കവണന്റ് അല്ലെങ്കിൽ ആ ഒരു നിയമം ഈ ഉപ്പിന്റെ മുകളിലായിരുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. Similarly, for the offerings also, grain offerings, we can see that. No need to take Leviticus chapter 2. We can see these grain offerings are also the part of salt. നമ്മളിവിടെ വായിക്കുന്നത് ഗ്രെയിൻ ഓഫറിങ്സ് അല്ലെങ്കിൽ ഗ്രെയിൻ ഓഫറിങ്സ് ഭോജനയാഗമാണോ? അല്ല, ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അരി, ഗോതമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ. So those who have Malayalam Bible, they can check Leviticus chapter 2 verse 13. ലേവ്യ പുസ്തകം chapter 2 verses 13. 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. The covenant of salt, we can see there. We read it like this: You shall season all your grain offerings with salt. You shall not let the salt, the covenant of the God, be missing from your grain offering. 2:13. Yes. അതെ, യാതൊരു ഭോജനയാഗത്തെ പറ്റിയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. It says that covenant, the grain offerings covenant, is with salt. So that's why Jesus Christ tried to portray salt as the greatest object here. ഇവിടെ അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ അത് തന്നെ വായിക്കുന്നത്. അവിടെ ഓരോ കവണന്റുകൾ ചെയ്യുമ്പോഴും അത് ഏത് ഭോജനയാഗം ചെയ്താലും അതിന്റെയും മധ്യത്തിലെ ഈ ഉപ്പിന്റെ വിശേഷത ഉണ്ടായിരുന്നു നമ്മൾ അവിടെ വായിക്കുന്നു. So now, since we have got the introduction and we got the importance through the entire scripture that salt is important, and that's why Christ has reiterated as salt
be the salt over the earth. ഇവിടെ നമ്മളെ പല പ്രാവശ്യം നമ്മൾ വായിക്കുകയും വചനത്തിലെല്ലാം നമ്മൾ കാണുകയും ചെയ്ത ഉപ്പിന്റെ വിശേഷതയെ പറ്റിയും ഉപ്പ് എന്തെല്ലാം കാര്യങ്ങളിൽ ഏതെല്ലാം കവണന്റില് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതും എല്ലാം നമ്മൾ വായിക്കുകയും നമ്മൾ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. Now, one of the characteristics of salt is saltiness. നമ്മളെ ഉപ്പിന്റെ സ്വഭാവത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് ഉപ്പിന്റെ രുചി നമുക്ക് തരുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ വിശേഷത. So let's assume a curry that or some juice which needs salt. If it lacks it, it doesn't have the taste. Similarly, it just adds a flavor. ഏതെങ്കിലും സാധനത്തിലെ ഉപ്പിലോ കറിയിലോ അതുപോലെ എന്തെങ്കിലും ജ്യൂസിലോ എന്തെങ്കിലും ഉപ്പിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ആ സാധനത്തിന് ടേസ്റ്റ് വളരെ കുറയുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Let's read to refer that. Let's read Job chapter 6 verse 6. യോബിന്റെ പുസ്തകം Job chapter 6 verse 6. 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോബിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. Can that which is tasteless be eaten without salt, or is there any taste in the juice of the mallow? രുചിയില്ലാത്തത് ഉപ്പ് കൂടാതെ തിന്നാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? Yes. Can that which is tasteless be eaten without salt? Means without salt, it adds a flavor. Wherever the salt is lacking, if we add that salt, it adds to the flavor. That is one of the characteristic of salt. ഉപ്പിന്റെ സ്വഭാവത്തെ പറ്റിയാണ് നമ്മളോട് വായിച്ചത്. ഏതൊരു സാധനത്തിലാണെങ്കിലും അതിന് രുചി വരണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടാതെ അതിന് രുചി ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ വായിച്ചത് രുചിയില്ലാത്തത് ഉപ്പ് കൂടാതെ തിന്നാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? When we the followers of Christ, wherever we are put in, we should add to the flavor of Christ everywhere wherever we are put in. നമ്മളെ വിശ്വാസികളായ നമ്മളെ കർത്താവിന്റെ മക്കളായ നമ്മളെ ദൈവം എവിടെ ആക്കിയിരിക്കുന്നു ആ സ്ഥാനങ്ങളിലൊക്കെ നമ്മളുടെ ജീവിതത്തിലൂടെ രുചിയെ മറ്റുള്ളവരിലേക്ക് പകരേണ്ടതാണെന്ന് ആണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. We must be different from the world. We must be separate from the world, but we should add flavor to the world. Just like the saltiness, when salt is added to the food, it adds flavor. നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്, നമ്മളെ സെപ്പറേറ്റഡ് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ കർത്താവിന്റെ മക്കളായ നമ്മൾ കർത്താവിന്റെ ആ സ്വഭാവം അല്ലെങ്കിൽ ഉപ്പിനെ രുചി വരുത്തുന്ന പോലെ നമ്മളെ കർത്താവിന്റെ സ്വഭാവം മറ്റുള്ളവരിലേക്ക് പകരേണ്ടതാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. To enhance this flavor, first we should separate ourselves. That's what we read in 2 Corinthians chapter 6 verse 17. ഈ സ്വഭാവം നമ്മളിലേക്ക് പകരുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അത് നമ്മൾ ആ സ്വഭാവം മറ്റിലേക്ക് പകരുവാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് 2 Corinthians chapter 6 verse 17. 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. Therefore go out from their midst and be separate from them, says the Lord, and touch no unclean thing, then I will welcome you. 6:17. 6:17. 2 Corinthians 6:17. Yeah. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾക്കും പിതാവ് നിങ്ങൾക്കും എനിക്കും പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. Yeah. So our focus is mainly on separation. Do not touch the unclean thing. Then Lord welcomes you. നമ്മളെ പറ്റി കർത്താവോട് ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവരിൽ വ്യത്യസ്തരായി നമ്മുടെ ജീവിതത്തിലെ അശുദ്ധമായതൊന്നും തൊടാതെ നമ്മളെ ലോകത്തിന്റെ ഒന്നിലേക്കും പെട്ടുപോകാതെ നമ്മളെ സെപ്പറേറ്റ് ആയിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. Christ says that you should be separate. You should separate out yourselves. Christians should not mingle in the world. That doesn't mean that you should not talk to people, but you should not inherit or you should not get mingled with the worldly behavior. നമ്മളെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെ എപ്പോഴും വ്യത്യസ്തരായി മറ്റുള്ളവരിൽ ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട് നമ്മളെ ജീവിക്കണം. മറ്റുള്ളവരോട് ഇടപെടുന്നത് നല്ലതാണ് അല്ല അതിന്റെ അർത്ഥം. നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെതായ കാര്യങ്ങളൊന്നും ഇടപെടാതെ ലോകത്തിൻ്റെതായ മോഹങ്ങളിലൊന്നും പെട്ടുപോകാതെ നമ്മളതായ ജീവിതത്തില് കർത്താവിന്റെ സാക്ഷികളായി കർത്താവിന്റെ സ്വഭാവം കാണിക്കുന്നവരായി തീരുവാനാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. When you separate yourselves,
that's when you add the flavor of Christ to the world, and that's when Christ says, I will welcome you. കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടവരായി ഇരിക്കണം. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മളിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. The next characteristics, I just want to move forward. Next characteristic of salt is preserving the food. നമുക്ക് ഉപ്പിന്റെ മറ്റു സ്വഭാവം നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അത് പ്രിസർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റൊരു സാധനത്തെ സൂക്ഷിക്കുന്ന, കേടുവരാതെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ഉപ്പ് മറ്റുള്ള സാധനങ്ങളെ കേടുവരാതെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ്. Likewise, believers are also supposed to be preserving the society or the place where we are put in. അതുപോലെ അതേ രീതിയിൽ ഉപ്പ് കേടുവരാതെ സൂക്ഷിക്കുന്നത് പോലെ നമ്മൾ ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ ഈ സമൂഹത്തിലെ ദുഷിച്ച ഈ സമൂഹത്തിലെ നമ്മളെ തന്നെ അവരുടെ മുമ്പിലെ ആ സ്വഭാവത്തെ മാറ്റുന്നവരായി, നല്ല സ്വഭാവം കാണിക്കുന്നവരായി, ലോകത്തിന് പ്രയോജനമുള്ളവരായി തീരുവാനാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. We don't need to take, but that's what we read 2 Peter chapter 3 verse 9. That's what we read, that you delay the wrath of God to the people. That means you are standing in the midst of God and praying to God about these people so that they may not diminish, they may not be annulled, but be saved by the Christ. 2 Peter chapter 3 verse 9. 2 പത്രോസ് 3:9 നമ്മൾ വായിക്കുന്ന പോലെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് ലോകത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മൾ കർത്താവിന്റെ സ്വഭാവമുള്ളവരായി തീരുമ്പോൾ ഈ ലോകത്തിന്റെ ക്രോധത്തിൽ നിന്ന്, ലോകത്തെ ദൈവം ക്രോധത്തിൽ നിന്ന് വിടുവിക്കുമെന്നാണ്, ഒരു മധ്യസ്ഥനായി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നിൽക്കുമെന്നാണ് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത്. Yes, there's one more important verse which I want all of us to take is Ezekiel chapter 22 verse 30. എസെക്കിയേലിന്റെ പുസ്തകം chapter 22 verse 30. Ezekiel chapter 22 verse 30, and that's what we read here. എസെക്കിയേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. And I sought for man among them who should build up the wall and stand in breach before me for the land, that I should not destroy it, but I found none. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാണ്. Yes, here there is none to stand before God and to plead for men. But here when Christ says that you are the salt of the world, that also means that you are also the preserver of the society or the place where you are put in. നമ്മളിവിടെ വായിക്കുന്ന പോലെ ഇവിടെ എസെക്കിയേൽ പ്രവാചകൻ ഇവിടെ പറയുന്നത് പോലെ ഇവിടെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ നിൽക്കാൻ, അല്ലെങ്കിൽ ഇടയിൽ നിൽക്കുവാൻ ആരെയും കണ്ടില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ മക്കളായ നമ്മള് ഈ ലോകത്തിന്റെയും വിശ്വാസികളുടെയും ദൈവത്തിന്റെയും ഈ ലോകത്തിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥരായി നിൽക്കുവാനാണ് നമ്മളെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത്. We just not only need to add the flavor, but also need to preserve the people, but also need to plead for the people to our Christ, that they may come forward to know the truth. നമ്മളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്, നമ്മള് ഈ ദുഷിച്ച ലോകത്തില് അതിനെ ദുഷിച്ചു പോകാതിരിക്കുവാനും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മധ്യത്തില് നമ്മൾ നിന്നുകൊണ്ട് ഈ ലോകത്തിന്റെ മധ്യത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ഈ ദുഷിച്ച ലോകത്തെ നന്നാക്കുവാൻ, ഈ ദുഷിച്ച ലോകത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുവാൻ നമ്മളെ പറ്റി കർത്താവെ ആഗ്രഹിക്കുന്നു. Salt also has the ability to create thirst. Daham. It has the ability to create thirst. ഇവിടെ ഉപ്പിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ വേറൊരു സ്വഭാവം, ഉപ്പിനെ ഇവിടെ ദാഹം ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരു സാധനമാണെന്ന് നമ്മൾ പഠിക്കുന്നു. This is the third characteristic, means whenever someone consumes a salty food, they are automatically wanting or needing of a water. That means it creates a thirst in us. മൂന്നാമത്തെ സ്വഭാവത്തെ പറ്റി നമ്മൾ വായിക്കുന്നത്, ഈ ഉപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ദാഹം ഉണ്ടാക്കുവാൻ അത് നമ്മളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ വെള്ളം കുടിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു എന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നു. So when Christ says you are the salt of the world,
are you and me creating a thirst for the word of God among the people? ഞാനും നിങ്ങളും കർത്താവിന്റെ സാക്ഷികളായി അല്ലെങ്കിൽ സ്വഭാവമുള്ളവരായി തീരുമ്പോൾ ദൈവവചനത്തെ പറ്റിയുള്ള ഒരു ദൈവവചനം അറിയുവാനും ദൈവവചനത്തെ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രേരണ മറ്റുള്ള ജനങ്ങളിലേക്ക്, ലോകജനങ്ങളിലേക്ക് നമ്മൾ പകരുന്നു. When we step out from this assembly, wherever we are put in, where the neighbors, let's say that neighbors, when they are looking unto us, are they looking Christ? Are they looking for the word of God? Are they having the thirst for the Christ? നമ്മളെ ഈ അസംബ്ലിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മളെ ആയിരിക്കുന്ന ആ സമൂഹത്തില് നമ്മളെ കാണുമ്പോൾ ദൈവത്തെ കാണുവാൻ, കർത്താവിനെ കാണുവാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മളിലൂടെ കർത്താവിന്റെ വചനത്തെ പറ്റിയുള്ള അവർക്കൊരു ദാഹം ഉണ്ടാകുവാൻ നമ്മൾ കാരണമായി തീരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. John chapter 4. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Verses 13 and 14, we read it like this. അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 13-14 വാക്യം നമുക്ക് വായിക്കാം. The eternal spring of water we can see there. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യം. Everyone who drinks of this water will be thirsty again, but whoever drinks of the water that I will give him will never be thirsty again. The water that I will give him will become in him a spring of water welling up to eternal life. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. Yes, so when we, the salt of the earth, when people look unto us, are we ready to offer the spring of water that we have already received? നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഈ കർത്താവിന്റെ മക്കളായ നമ്മളിലുള്ള ഈ ദൈവത്തിന്റെ സ്വഭാവം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. Today morning in the worship we were exhorting Christ that we were not at all worthy to come into his presence, but Christ, through Christ's sacrifice on the cross of Calvary, today we are all in his presence. So the spring of water, the liveliness of water, that life which we were lacking was given by Christ. Are we ready to offer to the people where we live in? ഇന്ന് നമ്മളെ ഇവിടെ ആരാധനയിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി, നമ്മളെ ഇതിനൊന്നും യോഗ്യരല്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. അതേസമയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ നമുക്ക് ഈ യോഗ്യത ലഭിച്ചു. നമ്മളെ കർത്താവിന്റെ മക്കളായി തീരുവാൻ നമ്മളെ സഹായിച്ചു. ഈ സത്യം നമ്മൾക്ക് മനസ്സിലാക്കുവാനും ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുവാനും നമ്മൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ പറ്റി കർത്താവ് ആഗ്രഹിക്കുകയും നമ്മളെ പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നത്. When we go through trials, when we go through persecutions, when we go through different kinds of temptations, when the world sees us, are we content or are we murmuring? നമ്മളെ പരീക്ഷകളിൽ കൂടെയും പ്രതികൂലങ്ങളിൽ കൂടെയും പ്രോസിക്യൂഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളവിടെ പ്രതിഷേധിക്കുകയാണോ ചെയ്യുന്നത്, അതോ നമുക്ക് കർത്താവ് എന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ സന്തോഷത്തോടെയാണോ അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ. Because our Christ is the spring of water and he has already given that peace and the spring of water to us for the eternal life. So we should also be ready to serve this eternal spring of life, eternal spring of water to the nearby people, to the near and dear ones, those who have not known till now. നമുക്ക് കർത്താവ് ഈ ജീവന്റെ ജലം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ജീവന്റെ ജലമാണ്. നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവന്റെ ജലം മറ്റുള്ളവരിലേക്ക് പകരുവാൻ, ആ ജീവജലം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകി ചെല്ലുവാൻ നമ്മളെ കർത്താവിന്റെ മക്കളായ നമ്മളെ അതിനുവേണ്ടി ഉപയോഗിക്കണം, അല്ലെ അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് കർത്താവിന്റെ വചനം നമ്മളോട് അനുശാസിക്കുന്നത്. Now what if
we lose the taste of salt or the characteristic of salt. അതേസമയം തന്നെ നമുക്ക് ഈ ഉപ്പിന്റെ സ്വഭാവം നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. What if we become desalted or we lose totally the characteristic of salt? That means we lose characteristic of Christ or we lose the Christ. നമുക്ക് ഉപ്പിന്റെ സ്വഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാവുന്നു? അതുപോലെ തന്നെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ നമ്മളുള്ള കർത്താവിന്റെ സ്വഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താവും എങ്ങനെയാവും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട വിഷയം. We come back to our theme verse, that is Matthew 5:13. നമുക്ക് വീണ്ടും നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം. And the last part we read it like this: But if salt has lost its taste, how shall its saltiness be restored? It is no longer good for anything except to be thrown out and trampled under people's feet. ഇവിടെ വായിക്കുന്നത് ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തുകൊണ്ട് രസം വരുത്താം, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. Once the salt loses or desalts itself, it's just waste, it's garbage, it's trampled underfoot. ഒരു ഉപ്പിന്റെ ആ സ്വഭാവം, രുചി വരുത്തുന്ന സ്വഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് യാതൊരു ഉപയോഗമില്ലാതെ നമുക്ക് പുറത്തു കളഞ്ഞ് ചവിട്ടിക്കളയുവാനല്ലാതെ മറ്റൊരു ഉപയോഗം ആ ഉപ്പിന് ഇല്ല എന്ന് നമ്മളുടെ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. But when does this kind of stuff happens? When does this situation comes? ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻ എപ്പോഴാണ് ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. If you see physically, when salt is added to any other minerals, when it is diluted, it becomes desalted or it loses its characteristic. നമുക്കിങ്ങനെ ചിന്തിക്കാം, നമ്മൾ ഈ ഉപ്പ് മറ്റുള്ള എന്തെങ്കിലും ഒരു കെമിക്കൽസിന്റെ കൂടെ അല്ലെങ്കിൽ മിനറൽസിന്റെ കൂടെ നമ്മൾ അത് ചേർത്ത് കഴിയുമ്പോൾ ആ ഉപ്പിന്റെ ആ ഗാഢത അല്ലെങ്കിൽ അതിന്റെ ആ സ്വഭാവത്തിലെ ഒരുപാട് വ്യത്യാസം വരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Similarly, അതുപോലെ തന്നെ when we the Christians, we the followers of Christ, we who have the spring of water, the life spring of water, when we get influenced and when we get influenced by the world people, we see that we are desalted. There is no Christ in us. ഈ കർത്താവിന്റെ മക്കളായ നമ്മുടെ ജീവിതത്തിലുള്ള കർത്താവിന്റെ സ്വഭാവങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ലോകത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയുവാൻ കഴിയും. It's just people just like Christ explained, you are just trampled down. You're totally useless without Christ. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളുടെ കർത്താവിന്റെ സ്വഭാവം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലോകത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് കയറി വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനമില്ല. പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ പറയുന്ന പോലെ ചവിട്ടിക്കളയുവാനല്ലാതെ മറ്റൊന്നും ഒന്നിനും കൊള്ളുന്നതല്ല എന്ന് നമ്മൾക്ക് ഇവിടെ വായിക്കാൻ കഴിയുന്നു. Let's read one verse which is relevant to this, is James chapter 4 verse 4. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ James chapter 4 verse 4, and we read it like this: You adulterous people, do you not know that friendship with the world is enmity with God? Therefore, whoever wishes to be the friend of the world makes himself an enemy of God. 4:4. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോടെ ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. You know how strong this verse is? ഇത് എത്ര വലിയ ശക്തിയുള്ള ഒരു വചനമാണെന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. It starts with you adulterous people. ഇവിടെ നമ്മളോട് പറയുന്നത് വ്യഭിചാരിണികളായുള്ളവരെ എന്നാണ് ദൈവം അവിടെ അഭിസംബോധന ചെയ്യുന്നത്. I mean, in what mechanism this verse is written? You adulterous people, because that infiltration has happened, that much dirt has come into the hearts of the people. That's when the author says, you adulterous people. ഇവിടെ ദൈവത്തിന്റെ ദാസൻ ഇവിടെ എങ്ങനെയാണ് ഇതിനെ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഈ ലോകസ്നേഹം
അതുപോലുള്ള ദൈവത്തോടുള്ള ശത്രുത്വം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്ന വളരെ സ്ട്രോങ് വേർഡ്സിൽ നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരിണികളായുള്ളവരെ എന്നാണ്. ഇവിടെ അങ്ങനെയുള്ള സഹോദരന്മാരെ പറ്റി, അങ്ങനെയുള്ള വിശ്വാസികളെ പറ്റി ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Those who keep the friendship with the world, those who allow themselves to be infiltrated by the world, those who allow themselves to be assaulted, they are called adulterous people. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകസ്നേഹം ഉള്ളവരെ, അല്ലെങ്കിൽ ലോകത്തിലേക്ക് പോയവരെ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകളെ പറ്റിയിട്ട് ദൈവം ഇവിടെ പറയുന്നത് ഇത്രയും വലിയ സ്ട്രോങ് വേർഡ്സിലാണ്. വ്യഭിചാരികളായുള്ളവരെ, അല്ലെങ്കിൽ അത്ര ദുഷിച്ച സ്വഭാവമുള്ളവരെ എന്നാണ് ദൈവം ഇവിടെ വചനത്തിൽ നമ്മളോട് പറയുന്നത്. You know why? Because the infiltration with the world, or the friendship with the world, is creating an enmity with God. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോകത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അത്ര വലിയൊരു സംഭവമാണ്. അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. So we should not be influenced by the worldly people, but instead we should do the vice versa. That means we should influence. Our saltiness should influence the people to know the Christ in us. നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരിക്കലും ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതേസമയം തന്നെ നമ്മളിലേക്ക് തിരിച്ചാണ് സംഭവിക്കേണ്ടത്. നമ്മളെ വിശ്വാസികളായ നമ്മളുടെ ജീവിതത്തിലുള്ള നല്ല സ്വഭാവങ്ങളെ, ആ ഉപ്പിന്റെ സ്വഭാവങ്ങള് മറ്റുള്ളവരിലേക്ക് പകരുവാൻ, ഒഴുകി പോകുവാനാണ് ദൈവം നമ്മളെ പറ്റി ഓരോരുത്തരെ പറ്റിയും ആഗ്രഹിക്കുന്നത്. When we are desalted, when we lose the saltiness, we are spiritually ineffective. We become total garbage and people trample upon us. നമ്മളുടെ ഈ ഉപ്പിന്റെ സ്വഭാവം നമ്മൾ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ, നമ്മൾക്ക് യാതൊരു ഗുണവും ഇല്ലാതെ ആയിത്തീരുമ്പോൾ, നമ്മളെ ലോകത്തിൽ ഒന്നുമില്ലാതായി തീരുകയും നമ്മൾ വിശ്വാസികളായ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമ്മളെയൊക്കെ പിന്നെ യാതൊരു ഗുണമില്ല, അത് ചവിട്ടിക്കളയുവാനല്ലാതെ മറ്റൊന്നിനും അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് നമ്മളെ മനസ്സിലാക്കും. We should fear that. We should fear that stage, because God sent His only Son to save us, and we should remember that sacrifice. Today also we were remembering that. So we should always remember that a huge price has been paid to save us, to keep us as the salt of this world. നമ്മളെ വളരെ ഭയപ്പെടേണ്ടതായിട്ടുണ്ട് കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ. എന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, തന്റെ ഏകജാതനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നമ്മൾക്ക് വേണ്ടി സകല കഷ്ടവും സഹിച്ച ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെല്ലാം ഈ ലോകത്തിൻ്റെതായ എല്ലാം വെടിഞ്ഞ് നമ്മളെ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ടെന്ന് നമ്മൾക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. Because when we rebel against God, God will do chastisement for sure. നമ്മളെ ദൈവത്തിനെതിരായിട്ട് പോകുമ്പോൾ നമ്മൾക്ക് ദൈവം അതാത് സമയങ്ങളിൽ നമുക്കുള്ള പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷകൾ ദൈവം തന്നുകൊണ്ടേയിരിക്കുമെന്ന് നമുക്ക് നമ്മളെ ദൈവം ഓരോ കാര്യങ്ങൾ തന്ന് നമ്മളെ ഡിസിപ്ലിൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ നല്ല വഴിക്ക് നടത്തുവാൻ ദൈവം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. But still you keep on doing it. But still we keep on losing the saltiness. That's when we become total garbage. We will be trampled under the foot of the men. ദൈവത്തിന്റെ ഈ ശിക്ഷകളൊക്കെ വന്നിട്ടും പിന്നെയും വീണ്ടും ഈ പാപത്തിലും ഈ തെറ്റിലും നമ്മൾ അകപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിച്ചു മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ ചവിട്ടിക്കളയും, അല്ലെങ്കിൽ ദൈവം നമ്മളെ നശിപ്പിച്ചു കളയുമെന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. I just want to conclude here. ഇവിടെ ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. To be the salt of the earth means to embrace our identity with Christ, to fulfill the purpose of Christ. To embrace our identity with Christ and to fulfill the purpose of Christ. നമ്മളിവിടെ കർത്താവിനോട് പറ്റിച്ചേരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലെ നമ്മുടെ എല്ലാ ജീവിതത്തിലെല്ലാം കർത്താവിന്റെ സ്വഭാവം കാണിക്കുന്നവരായി തീരുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. A salt kept in its bottle doesn't mean anything. When a salt is kept in a bottle, it doesn't mean anything. It doesn't do anything. നമ്മളൊരു കുപ്പിയിലെ നമ്മളെ ഉപ്പിന്റെ വെള്ളം നിറച്ചു വെച്ചാൽ അത് യാതൊന്നും ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. But when you sprinkle the salt in a food or a place, wherever it is needed, it just adds the flavor.
എന്നാൽ ആ കുപ്പിയിലെ വെള്ളം നമ്മൾ പുറത്തെ ആഹാരത്തിന്റെ മുമ്പിലോ മുകളിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ മുകളിലൊക്കെ നമ്മൾ തളിക്കുമ്പോൾ അതിനെ പ്രത്യേക രുചി അതിനെ ഉണ്ടായിത്തീരുന്നു. So that's where the Christ says, you are the salt of the earth, so that we should define we should be able to fulfill God's purpose. We should be able to be the salt of the earth. That means we should not be losing Christ in us. നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ ഉപ്പിന്റെ സ്വഭാവം നമ്മൾ നഷ്ടപ്പെടാതെ നമ്മളെ കർത്താവിന്റെ സ്വഭാവം നമ്മൾ പകരുന്നവരായി, കർത്താവിന്റെ സാക്ഷികളായി, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മളോട് ഈ വചനങ്ങളിലൂടെ നമ്മളോട് ആഗ്രഹിക്കുന്നു. We should be reminded that we are called from above. This is the highest calling from above. So we should be reminded of this highest and noble calling, and we should not lose the saltiness in us, or we should not be desalted, or we should not lose Christ. നമ്മളെ വിളിച്ചിരിക്കുന്ന വലിയ ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്നാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വലിയ സ്വർഗീയമായ വിളിയെ ത്യജിച്ചു കളയാതെ നമ്മളെ ആ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ആ ഉപ്പിന്റെ രുചി വരുത്തുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കാണിച്ചുകൊണ്ട് കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവരായി തീരുവാൻ വചനം പിന്നെയും പിന്നെയും നമ്മളോട് ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. May God enable all of us. May His name be glorified. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.